നമ്മുടെ കൂടെ ജോഷി ബെനഡിക്ട് 2022 ഇന്നലെ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയ ആനിമേഷന്റെ അനിമേറ്റർ ആണ്. അതിന്റെ എല്ലാമാണ് ഒരുവിധം കാര്യങ്ങളൊക്കെ ജോഷി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വെൽക്കം ജോഷി. ഇന്നലെ തുടങ്ങി നിലയ്ക്കാത്ത ഫോൺ കോളുകളും തിരക്കുകളൊക്കെ ആയിരിക്കും. ഇപ്പൊ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് എന്ന് നമ്മളിപ്പോ സംസാരിച്ചപ്പോൾ പറഞ്ഞു. അപ്പൊ എന്താണ് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ? വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. സന്തോഷം തോന്നുന്നു ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ. ഞാൻ പ്രതീക്ഷിക്കാത്ത എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിലൊരു പ്രതീക്ഷ ഉണ്ട് നമ്മളിതിന് സിനിമ കൊടുക്കുമ്പോൾ. എങ്കിലും നമുക്കറിയില്ല ഏതൊക്കെയാണ് സിനിമകളാണെങ്കിൽ വന്നിട്ടുള്ളത് നമുക്കറിയില്ല. അതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. അപ്പോൾ റിസൾട്ട് വരുമ്പോഴാണ് നമ്മളിതിനെപ്പറ്റി ഒരു ഇതാവുന്നത്. ജോഷി ആദ്യമേ ഒരു ന്യൂസ് മേക്കർ ആണ്. മലയാളത്തിലെ ആദ്യത്തെ ഗ്രാഫിക് നോവൽ എന്നുള്ളത് അത് മുഴുവനായിട്ടും ജോഷി തന്നെ അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. ജോഷി പറയുന്നത് അരവിന്ദനും മറ്റു പലരും മുൻപേ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. എന്നാൽ പോലും ആ നിലയ്ക്ക് ഗ്രാഫിക് നോവൽ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അതിപ്പോ ആമസോണിലൊക്കെ അതിന്റെ ഇംഗ്ലീഷ് വേർഷനും അവൈലബിൾ ആണ്. കെ മുരളീധരൻ അദ്ദേഹമാണ് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. എന്നിട്ട് നമുക്ക് കോക്കനട്രിയിലേക്ക് വരാം. 10 വർഷം മുമ്പാണ് ഞാൻ ഈ പന്നിവളത്ത് എന്നുള്ള ഗ്രാഫിക് നോവൽ ചെയ്യുന്നത് മലയാളത്തില്. അത് ചെയ്തിട്ട് അന്ന് അത് പിന്നീട് പുസ്തകമാക്കാൻ വേണ്ടി ആലോചിച്ചു. പുസ്തകമാക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ അന്ന് ICF എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ കോമിക്സ് ഫെസ്റ്റിവലില് കൊച്ചിയിൽ ആദ്യമായിട്ട് വരുന്ന ഒരു സന്ദർഭമായിരുന്നു ആ സമയം. അപ്പൊ അവരിത് എങ്ങനെ അറിഞ്ഞിട്ട് എന്നോട് ഈ പുസ്തകമായിട്ട് വരണം എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ അപ്പൊ എന്റെ കോപ്പി പുസ്തകമായിട്ട് ആയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ ഇവര് പറഞ്ഞു, നിങ്ങൾ തൽക്കാലം 2 ഡിജിറ്റൽ കോപ്പി അടിച്ചിട്ട് വരിക, അവിടെ വെക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു. അവിടെ ഇത് 2 കോപ്പി വെച്ചിട്ട് അവിടെ നമ്മൾ പങ്കെടുത്തു ഈ പരിപാടിയിൽ. അപ്പൊ അന്ന് കുറെ ഓർഡർ കിട്ടി പുസ്തകം, ആൾക്കാർ ആവശ്യപ്പെട്ടു വാങ്ങാൻ വേണ്ടി. അപ്പൊ അങ്ങനെ എനിക്കത് പുസ്തകം, അപ്പൊ ഞാൻ അവരുടെ അഡ്രസ്സ് എഴുതി വാങ്ങിയിട്ട് പോന്നു, നിങ്ങൾക്ക് അയച്ചു തരാന്നുള്ള പറഞ്ഞിട്ട്. പിന്നെ തിരിച്ചു വന്നിട്ട് ഞാൻ വീണ്ടും കുറച്ച് ഡിജിറ്റൽ കോപ്പികൾ ചെയ്ത് അവർക്കൊക്കെ അയച്ചു കൊടുത്തു. അപ്പൊ കുറച്ച് പിന്നെ കോപ്പികൾ ബാക്കി വന്നു. അപ്പൊ ഞാനത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കിട്ടി, ഇങ്ങനെ സാധനം പുസ്തകമായിട്ടുണ്ട്, കുറച്ച് ആവശ്യക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ചൊരു വാങ്ങി. അങ്ങനെയൊക്കെയാണ് അത് പബ്ലിഷ് ചെയ്തെന്ന് പറയാവുന്നൊരു രൂപത്തിലേക്ക് വന്നത്. പക്ഷെ പിന്നീട് ഞാനത് എനിക്കത് അത്രയും ആൾക്കാരിലേക്ക് എത്തിയാൽ പോരാ എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ മാർക്കറ്റിംഗ്, പുസ്തകം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആകെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മാർക്കറ്റിംഗ് അതേ ഉള്ളൂ. പിന്നീട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടാണ് ഞാനിത് ഇംഗ്ലീഷിലാക്കുന്ന ഒരു ആലോചന വന്നത്. അപ്പം എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ ഒന്നിച്ച് ടൂറിസ്റ്റിലെ കണ്ടാണ് ബാബുരാജൻ. ബാബുരാജന്റെ ഒരു ബന്ധുവും കൂടിയാണ് കെ മുരളീധരൻ. ബാബുരാജാണ് മുരളീധരന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ മുരളിയെ ഇത് കാണിച്ചു. മുരളി പെട്ടെന്ന് തന്നെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ചെയ്തു. പിന്നെ ഞങ്ങൾ ഒരു പബ്ലിഷർ അന്വേഷിച്ച് നടന്നു. യാദൃശ്യമായിട്ട് ഇവരുടെ ഹാർപ്പർ കോളേജിന്റെ അടുത്തെത്തി. അവർ കണ്ടപ്പോഴും പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പം കാണുന്ന രൂപത്തിൽ അത് ഇംഗ്ലീഷായി വന്നു. ഇംഗ്ലീഷായി വന്നപ്പോൾ കുറെ കൂടെ ആൾക്കാരിലേക്ക് എത്തി കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കുറെ ആൾക്കാർ ശ്രദ്ധിച്ചു, കണ്ടു. നല്ല രീതിയിൽ പോകുന്നു. അതേ രീതിയിൽ താങ്കൾ ഉദ്ദേശിച്ച അതേ ഇന്റൻസിറ്റിയോട് കൂടി ഇത് ട്രാൻസ്ലേഷനും വരണല്ലോ. അപ്പൊ സോ അത് റൈറ്റ് പിക്കായിരുന്നു തോന്നുന്നു കെ മുരളീധരൻ അത് ചെയ്യുമ്പോൾ. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം എനിക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ അധികം അറിവൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. പക്ഷെ എന്നാലും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട്. അതായത് ഒരു ചില മലയാളികൾ പറഞ്ഞ മലയാളം എന്താണെന്ന്, അതിന്റെ മലയാളം എന്തായിരിക്കും എന്ന് അവർക്ക് അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഊഹിക്കാൻ പറ്റുന്നുണ്ടെന്നാണ്. അവർക്ക് അത് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലർ പറഞ്ഞ് അതൊക്കെ ഇത് ഇംഗ്ലീഷ് വായിച്ചത് കൊണ്ട് അവർക്ക് മലയാളം വായിക്കാൻ ഒരു ആഗ്രഹം കൂടി എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. കവർ ഡിസൈൻ കാണുമ്പോൾ തന്നെ അതിന്റെ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡിന്റെ ഒരു സംഭവം ഇതൊക്കെ അത് തന്നെ നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ആലോചിച്ചു ലൈറ്റിനെ നന്നായിട്ട് ഉപയോഗിക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പെട്ടെന്ന് നമുക്ക് ഡയമെൻഷൻ കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്ന സാധനം ലൈറ്റ് എന്ന് പറയുന്നത്. ശരിക്കും അതിനകത്ത് കുറെ, മിക്കവാറും എല്ലാ സ്ഥലത്തും നമ്മൾ ലൈറ്റിനെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ലൈറ്റിന്റെ വരവും അതിന്റെ ഷാഡോയും ഒക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ. അതിനുശേഷം ഒരു ഗ്രാഫിക് നോവൽ കൂടി വന്നിട്ടുണ്ടായിരുന്നു താങ്കളുടെ അപ്രാച്ചകം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഞാനത് പന്നിമലത്ത് ചെയ്ത പോലെ അല്ല അത് ചെയ്തിരിക്കുന്നത്, അതിന്റെ രീതികൾ. കാരണം അത് കുറെ കൂടെ ഗ്രാഫിക് നോവൽ എന്നുള്ള എന്റെ മനസ്സിലുള്ള ഒരു ഗ്രാഫിക് നോവൽ എന്താണെന്നുള്ള ഒരു ആശയത്തിന്റെ കുറച്ചുകൂടെ അതിലേക്ക് അടുത്ത് വരുന്ന ഒരു സാധനമാണ് കൊപ്രാച്ചുകൾ. അപ്പൊ അതില് കുറച്ച് അധ്യായങ്ങളായിട്ട് തിരിച്ചിട്ടും പിന്നെ അതില് എഴുത്ത് മാത്രം വായിച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ കഥ എന്താണെന്ന് മനസ്സിലാവില്ല. ചിത്രങ്ങളിലൂടെ സൂക്ഷ്മമായിട്ട് കണ്ടുപോയാലേ അത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെ അത് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ വായിച്ചു മാത്രം പോയാൽ അത് പൂർണ്ണമാവില്ല. അതിന്റെ ഓരോ ചിത്രങ്ങൾ കണ്ട് പോയാലേ അത് പൂർണ്ണമാവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു
ആലോചിച്ച് തന്നെ ഒരു വേറെ രീതിയിൽ ചെയ്ത് നോക്കിയതാണ് വർക്കാണ് പ്രാവശ്യം. സിനിമ മലയാളിയുടെ ജനിക്കുമ്പോഴേ മലയാളിക്ക് അതിനോടൊരു ഭ്രമമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഗ്രാഫിക് നോവലിൽ നിന്ന് അടുത്തൊരു വേർഷൻ എന്നുള്ള നിലയ്ക്ക് സിനിമ എപ്പോഴാണ് മനസ്സിൽ കുടിയേറിയത്? സിനിമ എന്ന് പറയുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് നടക്കാത്തൊരു കാര്യമാണല്ലോ. അതൊരു വലിയ ടീമിന്റെ ഒരു സപ്പോർട്ട്, പിന്നെ നല്ലൊരു പ്രൊഡ്യൂസറുടെ സപ്പോർട്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അതിന്. സിനിമ ആകാൻ പറ്റുന്ന സംഗതികളാണ് അതിന്റെ തീമൊക്കെ. അത് എങ്ങനെയാ സിനിമ ആവുമെന്നുള്ളതിനെ പറ്റി എനിക്കൊന്നും പറയാൻ പറ്റില്ല. അത് അറിയില്ല എന്താ സംഭവിക്കുക എന്നുള്ളത്. കോക്കനട്ട് ട്രീയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ ആശയം വരുന്നതേ ഇതൊരു ഫിൽമാക്കാൻ വേണ്ടി, അനിമേഷൻ ഫിൽമാക്കാൻ വേണ്ടിയാണോ, അതോ വരച്ച് തുടങ്ങിയിട്ട് പിന്നെ അതിലേക്ക് എത്തിയതാണോ? എനിക്കത് ഒരു ആശയം കിട്ടിയപ്പോൾ അത് ഇങ്ങനെ തന്നെ ചെയ്യാന്ന് ആലോചിച്ചതാണെന്ന് തോന്നുന്നു. അപ്പൊ അത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അത് നമ്മളിങ്ങനെ പലപ്പോഴും പല ആശയങ്ങൾ ഇങ്ങനെ നമുക്ക് കിട്ടും, ആലോചിക്കാൻ അങ്ങനെ ചെയ്യുമല്ലോ നമ്മള്. അപ്പൊ അങ്ങനെ വന്ന വഴിക്ക് ചിലപ്പോൾ അത് അങ്ങനെ ഏതോ സമയത്ത് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചതായിരിക്കാം. അത് അങ്ങനെ ഒരു ഓർമ്മ വരുന്നില്ല. അങ്ങനെ എന്താണ് ഇതിലേക്ക് വരാൻ കാരണം. അനിമേഷൻ സിനിമ ചെയ്യാം, അല്ല അങ്ങനെ ഒരു ഇല്ല, അറിയില്ല, അങ്ങനെ കൃത്യം ഓർമ്മ വരുന്നില്ല. ഇതെങ്ങനെയാ ഇതിന്റെ ഒരു രീതി? എങ്ങനെ ഡിജിറ്റലായിട്ട് വരയ്ക്കായിരുന്നോ, അതോ ഇപ്പൊ ഫ്രെയിം ബൈ ഫ്രെയിം വരച്ചിട്ട് അത് ഒരു സോഫ്റ്റ്വെയറിൽ സിൻഡിക്കിൽ നേരിട്ട് വരയ്ക്കുക ചെയ്തത്, അങ്ങനെ ചെയ്തത്. അപ്പൊ അങ്ങനെ അതിന് നമുക്ക് കുറച്ച് നമുക്ക് സമയലാഭമുണ്ട്. കാരണം കറക്ഷൻ ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമുണ്ട്. പേപ്പറിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പേപ്പർ തന്നെ മൊത്തം കഴിഞ്ഞ് വീണ്ടും വരയ്ക്കേണ്ടി വരും. ഞാനൊക്കെ ആനിമേഷൻ പഠിച്ചത് ശരിക്കും ഈ പേപ്പറിൽ ചെയ്തിട്ടുള്ള ലൈറ്റ് ബോക്സ് ഒക്കെ വെച്ചിട്ടുള്ള ആനിമേഷനാണ് ചെയ്ത് പഠിച്ചത്. പിന്നീട് അത് കാലം മാറിയപ്പോൾ അതൊക്കെ മാറി. ഇപ്പൊ എല്ലാവരും ഡിജിറ്റൽ കമ്പ്യൂട്ടർ വെച്ച് ചെയ്യാന്നുള്ളൊരു, ഇപ്പൊ അനിമേറ്റ് എന്നുള്ള സോഫ്റ്റ്വെയറിലാണ് ഇത് ചെയ്തത്. അപ്പൊ ഓരോ ഫ്രെയിം വരച്ച് അങ്ങനെ ചെയ്തത്. അതിന് ടു ഡി ആനിമേഷന്റെ രീതി തന്നെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ശരിക്കും അനിമേറ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ നമ്മൾ കുറച്ചുകൂടെ ലളിതമായിട്ടുള്ള അനിമേഷനുകൾ, അതായത് വെബുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുക പൊതുവെ. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് അതിനെ ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ, ആ സോഫ്റ്റ്വെയറിനെ ഉപയോഗിച്ചു എന്നുള്ള സംഗതി മാത്രമേ ഉള്ളൂ. അനിമേഷൻ വേറൊരു രീതി തന്നെയാണ്. ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഒരു മ്യൂസിക്, സൗണ്ട് എഫക്ട്സ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധം ഉണ്ടാവും, അതോ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് വിജുവലായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ ഒരു രീതിയിലേക്കായിരുന്നു വന്നത്? ഇതിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടുള്ള സാധനം വേണം. അങ്ങനെ ലൈറ്റ് ആയിട്ടുള്ളതും പിന്നെ വിജയബാല ചെയ്ത ചില മ്യൂസിക്കുകൾ നമ്മൾ കേട്ടിട്ടുള്ളതായിട്ട് നമുക്ക് അതുമായിട്ട് സാമ്യം തോന്നിയിട്ടുള്ള മ്യൂസിക്കുകളൊക്കെ ആയിരുന്നു ആലോചിച്ചിരുന്നത്. ആ രീതിയിലൊക്കെ ഉള്ള, ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിയത്. അപ്പൊ ഈ ഒരു ഔട്ട്പുട്ട് ആയതിനു ശേഷമാണോ ബിജുപാലിനെ കാണിക്കുന്നത്, അതോ ഇടയ്ക്ക് സംസാരിച്ചിട്ട് അങ്ങനെ? ഇല്ല, ഞാനിത് സിനിമ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾക്ക് ബിജുപാലിനെ കൊണ്ട് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് ആ സമയത്ത് പരിചയമൊന്നുമില്ല. അപ്പൊ ഞാന് ഫോൺ നമ്പർ സംഘടിപ്പിച്ച് മൂപ്പരെ വിളിച്ച് ഒരു സംഗതി ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കണമെന്നുണ്ട്. മൂപ്പര് വരാൻ പറഞ്ഞു. ഞാൻ മൂപ്പര് സ്റ്റുഡിയോ ചെന്ന് ഇത് കാണിച്ചു മൂപ്പര് അപ്പം തന്നെ നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാണിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു താങ്കൾ ഇത് മ്യൂസിക് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ തീർച്ചയായിട്ടും ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ മൂപ്പര് അത് ചെയ്യാന്നുള്ള സംഗതിയിലേക്ക് പോയി. അപ്പൊ എനിക്കുണ്ടായത്, ഇത് മൂപ്പരൊക്കെ മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണല്ലോ. അപ്പൊ അവരുടെ ഈ സാമ്പത്തികമായിട്ട് ഒരു വശം കൂടെ ഉണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് ഞാൻ അതൊക്കെ ചോദിച്ചു. അതറിഞ്ഞാലേ നമുക്ക് പറ്റുന്നതാണോ അതും അറിയണമല്ലോ, അതിന്റെ ഒരു ഘടകമായിട്ട്. ബിജുപാലിന്റെ അടുത്ത് എത്തി കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മൂപ്പര് വർക്ക് ഇഷ്ടപ്പെട്ടു ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് സംശയം ഉണ്ടായത്, മൂപ്പര് മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു എന്താ പറയാ മ്യൂസിക് ഡയറക്ടറാണ്. ചെയ്യുമ്പോൾ അതിന്റെ സാമ്പത്തികമായുള്ള വശത്തെ പറ്റി എനിക്ക് പറ്റുന്നതാണോ എന്നുള്ളൊരു സംശയം മൂപ്പരോട് നേരിട്ട് തന്നെ ചോദിച്ചു. അത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൂപ്പരോട് പറഞ്ഞു അത് ആലോചിക്കണ്ട, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ഒന്നുകൂടി ചോദിച്ചു. അപ്പോൾ ഞാൻ ആലോചിക്കണം, നമ്മൾ വീണ്ടും ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചില്ല. അത് ചെയ്ത് വർക്ക് ചെയ്തു. പിന്നെ എന്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ അഭിപ്രായങ്ങൾ പറയും. മൂപ്പര് അതൊക്കെ വളരെ എന്താ പറയാ നമ്മളെ പരിഗണിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തു. അത് ചെയ്തു, നന്നായിട്ട് ചെയ്തു. എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പം അങ്ങനെ പിന്നീട് അവസാനം ഞാൻ ഇതിനെപ്പറ്റി വേണ്ടി ചോദിക്കുമ്പോൾ അത് നമുക്ക് പിന്നെ നോക്കാം എന്നുള്ള മട്ടിൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക ചെയ്തത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വർക്ക് ചെയ്തത്. ഒരു നല്ല ഇപ്പൊ ശരിക്കും അത് നല്ല മനുഷ്യരെ കണ്ടുമുട്ടാന്ന് പറയുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതാണ്. തീർച്ചയായിട്ടും ബിജുപാൽ ഇത്തരം പുതിയ ഇനിഷ്യേറ്റീവ്സിനോടുകൂടിയൊക്കെ സഹകരിക്കുന്നതൊക്കെ നമുക്ക് മുൻപും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ അതൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല ഇപ്പൊ ഈ ഒരു അവാർഡ് മലയാളിക്ക് ബെസ്റ്റ് ഫിലിം എന്നുള്ള നിലയ്ക്ക് ആട്ടത്തിന് കിട്ടി. മലയാളിക്ക് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ്. അത് പറയുമ്പോൾ നിരന്തരമായിട്ട് മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ആനിമേഷനിൽ. ഇപ്പൊ കഴിഞ്ഞ വർഷം ആദിത്യയും സുരേഷ് അവരുടെ ആനിമേഷൻ ആയിരുന്നു കിട്ടിയത്. ഇപ്പൊ ഈ വർഷം മലയാളിക്ക് ഇതിലുള്ള ഒരു 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 പോസിറ്റീവ് ഇതുണ്ടല്ലോ. നമ്മുടെ ഇതില്
ശരിക്കും അനിമേഷനെ പറ്റി അറിയാവുന്നവരും അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നവരും വരയ്ക്കാൻ കഴിവുള്ളവരും കുറെ മലയാളികളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു ഒറിജിനൽ കഥകളുടെ ഒരു എസൻസ് കൂടിയുണ്ട് മലയാളികൾ. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ട് അതെ അതെ അതിന്റെ ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. ഒറിജിനാലിറ്റി അതെ അതെ കൂടിയാണ് ആളുകള് ഇപ്പൊ അതിനു മുമ്പ് ഉം. അദ്ദേഹത്തിന്റെ തന്നെ ഫിഷ് വുമണും അദ്ദേഹത്തിന്റെ ഒറിജിനൽ സ്റ്റോറിയാണ്. ഇപ്പൊ ഈ കോക്കനട്ട് ട്രീയും താങ്കളുടെ കണ്ടെത്തിയ അതില് അതെ. ഒരു ഒറിജിനാലിറ്റിയുടെ ഒരു രസം കൂടി ആയിരിക്കാം ഒരു പക്ഷെ എന്ന് തോന്നുന്നു ഇത്തരം ആനിമേഷൻ. നമ്മുടെ ചുറ്റുവട്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് വായിക്കുന്നുണ്ട്. എല്ലാ ഒരു മലയാളി, സാധാരണ മലയാളി ജീവിക്കുന്ന പോലെയാണ് നമ്മൾ ജീവിച്ചു വരുന്നത്, എല്ലാം ചുറ്റുവട്ടം കണ്ടിട്ടും. പിന്നെ ചിലപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തെ ജീവിതം അത് അതെല്ലാരും പറയുന്നതായിരിക്കും കുറച്ച് നല്ലതായിരുന്നു. അത് പറയുന്നതിൽ അർത്ഥമില്ല, എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ കാലത്തും അവരുടെ ചെറിയ കാലം നല്ലത്. അതല്ല, നമ്മുടെ അനുഭവം കുറച്ചുകൂടെ രസകരമായിരുന്നിരിക്കും, കുറച്ചുകൂടെ. പിന്നെ ചിലപ്പോൾ എനിക്ക് സിനിമയുടെ ആശയങ്ങളൊക്കെ വരാൻ കാരണം ഞാൻ ആലോചിച്ചത്, എന്റെ ഞങ്ങളൊക്കെ ശരിക്കും ഒരു കർഷക ഫാമിലി എന്ന് പറയുന്ന ആ ഒരു ഇതിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ചെറുപ്പത്തിലുള്ള അനുഭവങ്ങളും ഇങ്ങനെ പറമ്പിൽ കൂടെ നടക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അതിന്റെയൊക്കെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ആലോചനകളൊക്കെ വരാൻ കാരണം. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം. പല കാരണങ്ങളുണ്ടാവും. അതൊക്കെ ഇതൊക്കെ ഓരോ ഓരോ ഓരോന്നും അതിനൊക്കെ സഹായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ ആ നിലയ്ക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പൊ സിനിമയുടെ ഇതിവൃത്തം എന്താണ്? ശരിക്കും സിനിമയുടെ ആശയം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഫാമിലി, അച്ഛൻ, അമ്മ, മോൻ, അവര് ആ ഒരു കുട്ടി ഉണ്ടാകുന്നത് മുതൽ ഒരു 10-30 വർഷത്തെ ഒരു കഥയാണ്. ഇടയിലുള്ള ആ ടൈം പീരീഡിലുള്ള ഒരു ആശയമാണ്. അപ്പൊ അതില് അമ്മ ഒരു തെങ്ങിന്റെ തയ്യ് പറമ്പില് ഈ കാടുകളുടെ ഇടയിൽ കിടന്ന് പൊഴിഞ്ഞു വീണ ഒരു തയ്യ് അതിൽ പാടുപെട്ട് കിളിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ എടുത്തിട്ട് നല്ല സ്ഥലത്ത് കൊണ്ടുപോയി നട്ടിട്ട് പരിപാലിച്ച് വളർത്തുന്നു. അപ്പൊ ഒരു കുറെ കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർക്കൊരു ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രകൃതി തന്നെ ഈ തെങ്ങ് വഴിയായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു. അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ആശയമാണ്. അതിനെ നമ്മൾ വിഷ്വലായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് ഈ സിനിമ. അത്രേ നമ്മൾ ഇതിനെ ഇപ്പം പറയുന്നതല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൂടുതൽ വിസ്തരിച്ച് പോയാൽ പിന്നെ സിനിമ കാണാനുള്ള ഒരു ആകാംക്ഷ ചിലപ്പോൾ പോകും. അപ്പൊ ഈ ഒരു ആശയത്തിനെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തൊരു സംഗതിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. എത്ര നാളത്തെ എഫേർട്ടാണ് ഈ ഒരു 11 മിനിറ്റ് അല്ലേ? അല്ല, 8.5 മിനിറ്റ്, 8 മിനിറ്റും 30 സെക്കൻഡ്. ഇത് ശരിക്ക് അനിമേഷൻ ചെയ്യാൻ വേണ്ടി തന്നെ ഒരു 6-7 മാസം എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തനിച്ചാണല്ലോ ചെയ്തത്. പിന്നെ അതിന് മുമ്പ് നമ്മൾ ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആശയം ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതായതുകൊണ്ട്, സാധാരണ അനിമേഷൻ സിനിമകൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു സ്റ്റോറി ബോർഡ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാറുണ്ട്. സ്റ്റോറി ബോർഡിനെ അധികരിച്ചാണ് പിന്നെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും പോവുക. സ്റ്റോറി ബോർഡ് ലോക്ക് ചെയ്യാന്ന് പറയും. അപ്പോൾ സ്റ്റോറി ബോർഡാണ് പിന്നെ എല്ലാ മുന്നോട്ടുള്ള വർക്കുകളും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അത്ര കൃത്യമായിട്ട് സ്റ്റോറി ബോർഡ് ചെയ്യും അനിമേഷൻ വർക്കുകൾ വേണ്ടി. ലൈവ് ആക്ഷൻ അത്രയും സ്റ്റോറി ബോർഡ് ഒരു റെഫറൻസ് പോലെ ഉപയോഗിക്കാറുള്ളൂ. ചില പാർട്ടായി ചില സീക്വൻസ് മാത്രം ചെയ്യാറുള്ളൂ. അങ്ങനെയൊക്കെയാണ് പൊതുവെ നമ്മൾ മലയാളത്തിൽ, ബോളിവുഡിലൊക്കെയാണ് മുഴുവൻ ചെയ്യാറുണ്ട്. അപ്പൊ ഇതില് ഞാൻ ചെയ്തത്, നമുക്കൊരു ആശയം ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ നമുക്ക് അപ്പം തന്നെ ഒരു ആശയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഷോട്ടുകളായിട്ടാണ് മിക്കവാറും ആലോചിക്കുന്നത്. ഈ ആദ്യം ഷോട്ട് കൊടുക്കാം, പിന്നെ ഈ ഷോട്ട്, അങ്ങനെ ഒരു മനസ്സിൽ തന്നെ ഒരു ധാരണ ഉണ്ടാക്കുമായിരുന്നു ഈ ഷോട്ടുകൾ ഇങ്ങനെയായിരിക്കും. പിന്നീട് ചെയ്തത് സ്റ്റോറി ബോർഡ് ചെയ്യുന്നതിന് പകരം ഞാൻ ചെയ്തത് അനിമാറ്റിക്സ് ചെയ്യുക. അനിമാറ്റിക്സ് പറഞ്ഞാൽ സ്റ്റോറി ബോർഡിന്റെ അടുത്ത രൂപമാണ് അത്. എന്ന് വെച്ചാൽ ഓരോ ഷോട്ടിന്റെ ലെങ്ത് ഏകദേശം ഇത്ര ഉണ്ടാവും. അതിൽ ആക്ഷൻ ചിലപ്പോൾ നമ്മൾ റഫായിട്ട് 1-2 പോസിലൂടെ ആയാലും അതിൽ റഫായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ അനിമാറ്റിക്സ് കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ലെങ്ത് എത്രയാണ്, ഓരോ ഷോട്ടിന്റെയും ആക്ഷൻ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഫീല് അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അനിമാറ്റിക്സ് ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ പ്രൊഡക്ഷനിലേക്ക് കിടക്കുക, പ്രൊഡക്ഷൻ അനിമേഷൻ ചെയ്തു. പിന്നെ അതിന്റെ കോമ്പോസിറ്റിംഗ് ചെറിയ ടെക്സ്ചറൊക്കെ ആഡ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു ഈ ക്യാരക്ടറിന്റെ ഡിസൈനിൽ. അങ്ങനെ ഓരോ ഡിസൈൻ ഉണ്ടാവില്ല ഓരോ അനിമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ചെയ്ത് കോമ്പോസിറ്റ് ചെയ്യുന്ന വേറെ ആളുണ്ട്. അനിമേഷൻ കഴിഞ്ഞിട്ട് ടെക്സ്ചറിനോട് ഞാൻ ഒരു സോളിഡ് ആയിട്ടുള്ള കളർ ആ ഭാഗത്ത് ചെയ്ത് കൊടുക്കുക ചെയ്തത്. മൂപ്പരാണ് അതിൽ ടെക്സ്ചർ ആഡ് ചെയ്ത് തന്നത്. പിന്നെ അത് അങ്ങനെ ഫൈനലാക്കി എടുത്തു. അങ്ങനെയാണ് അത് ആയത്. ഇതൊരു മൾട്ടിമീഡിയ എന്നുള്ള രീതിയിൽ കണക്കാക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് പുറത്തുനിന്ന് ഹെൽപ്പ് വേണ്ടി വന്നിട്ട്? ഓഫ് കോഴ്സ് മ്യൂസിക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മൾ പ്രവീൺ സ്റ്റാൻലി ജോൺസൺ ആണ് ഇതിന്റെ കോമ്പോസിറ്റിംഗ് ചെയ്തത്. ഈ കുറച്ച് ടെക്സ്ചർ ആഡ് ചെയ്യുക,
പിന്നെ ഞാൻ ഓരോ ഷൂട്ടുകളായിട്ടാണ് ചെയ്തത്, വർക്ക് ചെയ്തത്. ഓരോ ഷൂട്ടുകളായിട്ട് ചെയ്ത് മൂപ്പർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. മൂപ്പറാണ് അതിനെ ഷൂട്ടുകളെല്ലാം ചേർത്തിട്ട് ഒരു മുഴുവൻ സിനിമയാക്കി മാറ്റിയത് മൂപ്പരുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. പ്രീമിയർ ആണ് എനിക്ക് തോന്നുന്നു. അപ്പൊ അന്നേരം നമുക്ക് ചില ഷൂട്ടുകൾ ചിലപ്പം കുറച്ച് കുറയ്ക്കണം എന്നും മുഴുവൻ ഒന്നിച്ച് പ്ലേ ചെയ്ത് കണ്ടെങ്കിൽ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ തോന്നാം. ചിലപ്പം കുറച്ച് ചെറിയ അതിന്റെ ലെങ്തിലും എഡിറ്റിംഗ് ചിലപ്പം ഏറ്റവും അവസാനം പക്കയായിട്ട് നടക്കുന്ന ആ സമയത്താണ് നമ്മുടെ ഓരോ ഷോട്ടും കൃത്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത ഘട്ടമായിട്ട് മ്യൂസിക്കിലേക്ക് കടക്കുന്നത്. അത് മ്യൂസിക്കിലേക്ക് കടക്കുമ്പോൾ ചിലപ്പോൾ ചില സിനിമകൾ ചെയ്യാനുള്ള മ്യൂസിക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോട്ടിൽ മാറ്റം വരുത്താൻ തോന്നാം. മ്യൂസിക് വരുമ്പോൾ ചിലപ്പോൾ ലെങ്ത് പോരാൻ തോന്നും. അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. പക്ഷെ ഇതിലങ്ങനെ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ മുന്നോട്ട് പോയി ചെയ്ത് പിന്നെ സൗണ്ട് ആഡ് ചെയ്തു, സൗണ്ടുകളൊക്കെ എഫക്ട്സ് അങ്ങനെയൊക്കെ അത് കംപ്ലീറ്റ് ആയി ചെയ്തു. കുറച്ച് പുറകോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു ജനറേഷൻ ആയിരിക്കും ഒരുപക്ഷെ കമ്പ്യൂട്ടറൊക്കെ ഒരു ജോലിക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയ ആദ്യത്തെ ജനറേഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ എഡ്യൂക്കേഷന്റെ പാർട്ടിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ല കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ. ആനിമേഷനിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ആദ്യം മുതലേ ചെറുപ്പം മുതലേ വരയ്ക്കുന്ന ഒരാളാണ്. വരയ്ക്കുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. സ്കൂൾ മുതലേ വരയ്ക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ട്. എനിക്കൊന്ന് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്, അതായത് ഒരു കുറച്ച് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് സമയത്താണ് നമ്മള് തിയേറ്ററിൽ നിന്ന് സ്നോ വൈറ്റ് 7 വള്ളന്മാർ സ്നോ വൈറ്റിന്റെ ഒരു ഡിസ്നി ഫിലിം ഉണ്ട്. അതിന്റെ കോഴിക്കോട് ക്രൗൺ തിയേറ്ററിൽ ഞാൻ ആദ്യം കാണുന്ന ആനിമേഷൻ സിനിമ അതാണ്. അപ്പൊ അന്ന് ഭയങ്കരമായിട്ട് നമ്മൾ അതിശയപ്പെട്ടു പോയി കണ്ടു കഴിഞ്ഞിട്ട്. ഭയങ്കര അത്ഭുതം. നമുക്കത് അങ്ങോട്ട് അടക്കാൻ പറ്റാത്ത എങ്ങനെ ഒരു എന്താ പറയുക ആവേശമൊക്കെ തോന്നി കണ്ടിട്ട്. ഇത് എങ്ങനെ ചെയ്യുന്നു, അങ്ങനെ കുറെ അത് ഭയങ്കരമായിട്ട് അത് ഇൻസ്പയർ ചെയ്തു. അപ്പൊ അന്ന് നമ്മളിത് പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു ആലോചന ഒന്നും വന്നിട്ടില്ല. നമ്മളൊക്കെ ഒന്ന് എത്താൻ പറ്റാത്തൊരു സാധനം, ഒരു സംഗതി പോലെ അന്ന് വിചാരിച്ചു. പിന്നീട് ടൂൺസ് കേരളത്തിലേക്ക് വന്നു. ടൂൺസ് വരാൻ തന്നെ കാരണമായിട്ട് അന്ന് പറയുന്നത് കേട്ടിട്ടുള്ളത് ടൂൺസ് ബോംബെയിൽ ആദ്യം വിചാരിച്ചിരുന്നത്. അപ്പൊ പിന്നീട് അവർ അറിഞ്ഞ് കേരളത്തിൽ കുറെ വരയ്ക്കുന്ന ആൾക്കാരുണ്ട്, അപ്പൊ ആൾക്കാരെ കിട്ടാൻ എളുപ്പമുണ്ടാവും എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് അവർ ട്രിവാൻഡ്രത്തേക്ക് വന്നത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിൽ ടൂൺസിന് ആദ്യത്തെ ബാച്ചിൽ ചേരാൻ പറ്റി. അവിടുന്ന് അനിമേഷൻ ട്രെയിനിങ്, അനിമേഷൻ പഠിച്ചു. അങ്ങനെ ക്രമേണ അനിമേഷനിലേക്ക് നമ്മൾ വന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. അത് ഈ പറഞ്ഞ പോലെ ഇതാണ് നമ്മള് ചെറുപ്പത്തിലൊക്കെ എന്താ പറയാ ടി വി ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലോ, റേഡിയോ മാത്രമുള്ളതും. അങ്ങനത്തെ ഒരു കാലമൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ അതല്ല, അത് നമുക്കിപ്പം പറയുമ്പോൾ നമുക്ക് എന്തോ ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായിട്ട് മാറി നിൽക്കുന്നു, കുറെ അകലെ നിൽക്കുന്നുള്ളത്. അങ്ങനെ മാറ്റം അത് അനുഭവിക്കാൻ പറ്റിയൊരു ഒരു അനുഭവമാണ്. അത് അങ്ങനെ തന്നെ പറയാം. അതിനെ തുടർന്ന് അനിമേഷനിൽ വർക്ക് ചെയ്യും, ഒരുപാട് ഹോളിവുഡ് ഫിലിംസിന്റെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ. ടൂൾസിലുള്ള വർക്കുകൾ കൂടുതലും പുറമേ നിന്നുള്ള വർക്കുകളാണ്. കൂടുതൽ യൂഎസ് എന്നുള്ള അത് ടി വി സീരീസുകളൊക്കെ ആയിരുന്നു. അതിന്റെ എപ്പിസോഡ് അങ്ങനെയുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ വർക്കുകളൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ആനിമേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തത്, അനിമേഷൻ ചെയ്യുക. അപ്പൊ അനിമേഷനിൽ അത് ഈ നമ്മൾ പാരമ്പര്യ രീതിയിലുള്ള പേപ്പറിൽ ലൈറ്റ് ബോക്സ് ഉപയോഗിച്ച് പേപ്പറിൽ ഫ്ലിപ്പ് ചെയ്ത് വരയ്ക്കുന്ന അങ്ങനെ അനിമേഷൻ ചെയ്തിരുന്നു. കമ്പ്യൂട്ടറിലല്ല, അത് പിന്നീട് അവിടെ വരുന്നു. അന്ന് 2D അനിമേഷൻ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നീടാണ് 3D വരുന്നതും. 2D തന്നെ കുറെ ഇല്ലാണ്ടായി. 2D ചെയ്യുന്ന അത് 3D വരുമ്പോഴത്തേക്ക് പിന്നെ 2D വീണ്ടും ചെലവ് കൂടിയ സംഗതിയാണ്. അപ്പൊ 3D കുറച്ച് ചെലവ് കുറഞ്ഞ സംഗതിയാണ്. അപ്പൊ അതിലേക്ക് മാറുന്നു. അങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇതിനു വേണ്ടിയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ സ്റ്റുഡിയോയിലൊക്കെ വർക്ക് ചെയ്തിട്ട്. പ്രധാനപ്പെട്ട ഇപ്പൊ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഫിലിം, കാരണം അവർക്കും അത് കേൾക്കുമ്പോൾ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ പേരെടുത്ത് പറയാവുന്ന സിനിമകള്, പുറകിൽ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകള്. സത്യ ആൻഡ് നട്രാക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തെന്നാൽരാമൻ, അത് ആദ്യം സിനിമയായിട്ട് ആലോചിച്ചാണ്. പിന്നെ അത് ടൂൺസിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ആയിരുന്നു. പിന്നെ കുറച്ച് എപ്പിസോഡിന്റെ പേരുകളൊന്നും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. കുറച്ച് എന്താ പറയാ, പെട്ടെന്ന് പറയാൻ ഓർമ്മ വരുന്നില്ല. പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? പുതിയത് ഒരു ഷോർട്ട് ഫിലിം കൂടി ചെയ്യണമെന്നുണ്ട്. അത് ചെറിയ ഒരു ആശയം ഇങ്ങനെ മനസ്സിൽ കറങ്ങുന്നുണ്ട്. നോക്കട്ടെ എന്താ സംഭവിക്കാന്നുള്ളത്. ഒരുപക്ഷെ ഈ നാഷണൽ അവാർഡൊക്കെ കിട്ടുമ്പോൾ കൂടുതൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന്റെ മേക്കിങ്ങിലൊക്കെ കുറെ കൂടി സപ്പോർട്ട്സ് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അതിന് സപ്പോർട്ടുകൾ ഉണ്ടാവട്ടെ. ഈ പറഞ്ഞതൊരു ഒരു പ്രധാന സംഗതിയാണ്. കാരണം നമുക്കൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ വലിയൊരു അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല, ഇത് സിനിമ ചെയ്ത് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഇത് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത്, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്.
അത് പല കാരണങ്ങൾ കൊണ്ട് പല പല സംഗതികൾ കൊണ്ട് അത് അങ്ങനെയുണ്ട്. നമ്മൾക്കൊരു ഇതിന് പല വഴികൾ, ഇതിന്റെയൊക്കെ ഓരോ വഴികളും ഒക്കെ ഉണ്ട്. നമുക്കതെല്ലാം അറിയണമെന്നില്ല. അപ്പൊ അത് ശരിക്കൊരു സപ്പോർട്ട് പല ഏതോ രീതിയിൽ പ്രൊഡ്യൂസർ ആയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണത്. ഞാൻ ഇനി ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുമോ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാതെ എന്നുള്ള മട്ടിൽ ആലോചിക്കുന്നുണ്ട്. അറിയില്ല എന്താ സംഭവിക്കാന്ന് അറിയില്ല. എന്നാലും അങ്ങനെ കൊണ്ട് കുറെ നമുക്ക് ഈ ഒറ്റയ്ക്ക് നിൽക്കാന്ന് പറയുന്നത് ചില സമയത്ത് കുറെ രസങ്ങളുണ്ടെങ്കിലും കുറെ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എല്ലാം ഒറ്റയ്ക്ക് അത് കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരുടെയും എന്താ പറയാ ഈ നിയന്ത്രണമൊന്നുമില്ല, നമുക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാനുള്ള അത് നല്ല കാര്യമാണ്. അതല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വർക്കായി കഴിയുമ്പോൾ നമുക്ക് കുറെ പ്രശ്നങ്ങൾ വരും. അങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണത്. അങ്ങനെയാണെങ്കിലാണ് പെട്ടെന്ന് നമുക്ക് കുറച്ചുകൂടെ അത് പുറത്തേക്ക് എത്തിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആനിമേഷൻ ഫിലിം ചെയ്യുന്ന ആളുകളുടെ അങ്ങനെ എന്തെങ്കിലും അസോസിയേഷൻ, അതെന്ന് വെച്ചാൽ ഇതിന് വേറെ രീതിയിലുള്ള സപ്പോർട്ട് ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ അതിനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇതൊന്നും എനിക്കറിയില്ല. ഞാനങ്ങനെ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊന്നും ഇതിനൊരു നമ്മുടെ സാധാരണ ഫീച്ചർ ഫിലിമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ ഓരോ സ്കീമുകളൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. സിനിമ ചെയ്യാൻ സഹായിക്കുന്ന രീതി സംഗതികളൊക്കെ. പക്ഷെ ഒരു ആനിമേഷൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. അങ്ങനെ അറിയില്ല, അതിനെ പറ്റിയൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു കാര്യങ്ങളെ പറ്റി അറിയില്ല. കഴിഞ്ഞ കുറച്ചായിട്ട് തന്നെ നമ്മൾ പലതും കാണുന്നുണ്ട്. ഇപ്പൊ മുരളീധരന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ബോംബെ റോസ് ആണെങ്കിലും അതിനു മുമ്പ് പ്രിന്റഡ് റെയിൻബോ ആണെങ്കിലും കണ്ടിട്ടുണ്ട് ആണെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരെ നല്ല ഔട്ട്പുട്ട് കുറെ വരുന്നുണ്ട്. പക്ഷെ അതിന് ഏതെങ്കിലും ഒരു ബാക്കപ്പ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ഗംഭീരങ്ങളായിട്ടുള്ള പ്രോഡക്ട്സ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു ആനിമേഷനിൽ തന്നെ. അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇങ്ങനെ സിനിമ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ധാരാളം ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ, സിനിമ ചെയ്യാൻ പറ്റുന്നവരും. പക്ഷെ അത് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രം ചെയ്യാത്തതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മളൊക്കെ ചെയ്യുന്നത് ഒരു ആഗ്രഹത്തിന്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. പിന്നെ അത് മുന്നും ആലോചിക്കാതെ ചെയ്യാന്നുള്ള ഇതിലൊക്കെ ചെയ്യുന്നു, അതേ ഉള്ളൂ. അല്ലാണ്ട് അതില് ഭയങ്കരമായിട്ടുള്ള ഒരു അങ്ങനെയല്ല നമുക്ക്. പക്ഷെ അങ്ങനെയല്ല, ഇത് എനിക്ക് മനസ്സിലായിട്ടില്ല. കുറെ ആൾക്കാർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ഇതിൽ. അപ്പൊ അങ്ങനെ നല്ല സാഹചര്യം ഒത്തു വരുവാണെങ്കിൽ നല്ല വർക്കുകൾ ധാരാളം നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാവും. അത് നമ്മുടെ നാടിനും എല്ലാം കൊണ്ടും പുറമേക്ക് ഒരു പേര് കിട്ടാനൊക്കെ നല്ലതായിരിക്കും. പക്ഷെ അത് എങ്ങനെ അത് നടക്കും എന്നുള്ളത് എനിക്കറിയില്ല. ശരിക്കും നടക്കണം, അങ്ങനെ കുറെ വർക്കുകൾ വരേണ്ടതാണ്. അങ്ങനെ അപ്പോഴേ ആൾക്കാർ ഈ ഇതിനെ എന്താ പറയാ വരയ്ക്കുന്ന ആൾക്കാർ മാത്രമല്ല, മറ്റു ആൾക്കാർ ഇതിലേക്ക് വരും, കാണാനും ഒക്കെ ആസ്വദിക്കാനൊക്കെ കൂടുതൽ ആൾക്കാർ വരും. അപ്പൊ അനുസരിച്ച് ഇത് കൂടുതൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വരും. അങ്ങനെയൊക്കെ നന്നായി വരും. അത് അങ്ങനെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല. ഈ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ഒരുപാട് കോളുകളും ഇതൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഏറ്റവും സന്തോഷം തോന്നിയ, എല്ലാം സന്തോഷമാണ്, എന്നാലും അങ്ങനെ ആരെങ്കിലും പ്രമുഖരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആരും അങ്ങനെ വിളിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മൾ അറിയുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. എല്ലാരും വിളിക്കുമ്പോൾ സന്തോഷം. അങ്ങനെ പ്രത്യേകം എടുത്തു പറയാൻ ഇപ്പം എന്താ പറയാ, അങ്ങനെയൊന്നും പറയാൻ ഓർമ്മ വരുന്നില്ല. എല്ലാവരും സന്തോഷമായിട്ട് നമുക്ക് ഒരു നമ്മുടെ ഒരു വർക്കിന് അംഗീകാരം കിട്ടിയില്ല, നമ്മുടെ കൂടെ ഇവരും നമ്മുടെ നമ്മുടെ കൂടെ ആഹ്ലാദിക്കുന്ന ആൾക്കാരുണ്ടെന്ന് അറിയുന്നത് തന്നെ സന്തോഷം തന്നെയല്ലേ. അപ്പൊ എല്ലാരും സന്തോഷിക്കുന്നത്, നമ്മുടെ കൂടെ നിൽക്കുന്നതിൽ നമുക്ക് സന്തോഷം. അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു നല്ല വർക്കുകൾ ചെയ്യുന്ന ആളുകൾക്ക് അത്രയും അംഗീകാരങ്ങളും പുതിയ പുതിയ നല്ല വർക്കുകൾ ഉണ്ടാവട്ടെ, പുതിയ അവസരങ്ങൾ ഉണ്ടാവട്ടെ, കൂടുതൽ സപ്പോർട്ട് കിട്ടട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.